കുടജാദ്രി മല കയറിക്കൊണ്ടിരിക്കുകയാണ് മുകളിലോട്ടാണ്. ഇത് കർണാടക മെയിൻ ഫോറസ്റ്റ് ഏരിയയാണ്. അടിപൊളിയല്ലേ? എനിക്ക് എന്ത് രസമൊന്നുമില്ല. ഇത് നല്ല കല്ലാണ്. ഈ കല്ലൊക്കെ ഇരുമ്പയിര് കല്ലുകളാണ്. കണ്ടോ ഇതിൻ്റെയൊക്കെ ഇത് കണ്ടോ ഈ ഗ്രിപ്പ്, ഇതിനകത്തു നിന്നാണ് നമ്മൾ ഇരുമ്പയിര് എടുക്കുന്നത്. കണ്ടോ ഇത് ഈ അയൺ കണ്ടൻ്റുള്ള പാറകളാണ്. അങ്ങനെ ആ പാറക്കൂട്ടത്തിൽ കൂടാണ് നമ്മളിങ്ങനെ കയറി പോകുന്നത്. ഇത് ഫോറസ്റ്റ് ആയതുകൊണ്ടാണ് ഇവിടെ ഖനനമൊന്നും നടക്കുന്നത്. എല്ലാവരും ഇതൊക്കെ പണ്ടേ ഖനനം ചെയ്ത് ഈ ഇരുമ്പെല്ലാം കൊണ്ടുപോകാൻ ഉണ്ട്. ഇതെല്ലാം ഇങ്ങനത്തൊക്കെ ഇരുമ്പിൻ്റെ കണ്ടന്റ്. ഇതിനകത്തൂടാണ് നമ്മളിങ്ങനെ കയറി പോകുന്നത്. നമ്മൾ കയറിപ്പോകുന്ന വഴികളാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ കിടക്കുക. എന്ത് രസമാണെന്ന്. ഇതെല്ലാം താഴെല്ലാം കൃഷി സ്ഥലങ്ങളാണ്. നല്ല അടിപൊളി സ്ഥലങ്ങളാണ്. ഇവിടെ കാടാണ്. കടപ്പക്കല്ല് പോകുന്നുണ്ട്. ഇവിടെ എനിക്ക് കുറച്ചൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കടന്നു കയറി പോകാൻ വേണ്ടി. ആഹാ എന്ത് രസമാണ്. അടിപൊളി. ഇങ്ങനെ നമ്മൾ നടന്നു കയറി പോവാ. ഇതൊക്കെ ഇനി മരങ്ങളൊക്കെ നല്ല രസമാണ്. ഇതിൻ്റെ തോട്ടിലൊക്കെ നല്ല തണുപ്പാണ്. ഇത് നല്ല ഒരു കാടാണ്. മരങ്ങളൊക്കെ കാണാം. നല്ല ഡിസൈനുള്ള പോലെ തന്നെ. നമ്മളതാണ്ട് അങ്ങോന്നാണ് കയറി വന്നത്. ഈ പകുതി ആയതേ ഉള്ളൂ, ഇനിയും കയറാനുണ്ട്. മുകളിലോട്ട് കയറുക. ഇവിടെ ഇങ്ങനെയാണ് ഫുള്ള് താഴ്വാരാണ്. ഇങ്ങനെ ഈ കുന്നിൻ്റെയൊക്കെ മുകളിൽ കയറിയാണ് ഞങ്ങളിവിടെ വന്നത്. ഇനി ആ കാണുന്നതാണ് ശങ്കരാചാര്യരുടെ ടെമ്പിൾ. അവിടെ ശങ്കരാചാര്യൻ തപസ് ചെയ്ത സ്ഥലമാണ്. അവിടെ ഒരു അമ്പലമുണ്ട്. അങ്ങോട്ടാണ് കയറി പോകുന്നത്. ഇങ്ങനെ കയറി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് ഈ മൂകാംബിയുടെ പുണ്യസ്ഥലമായ കുടജാദ്രിയുടെ പരിസരത്ത് ഒരു തരത്തിലുള്ള പാഴ്വസ്തുക്കളും വലിച്ചെറിയുമെന്ന് ദൈവനാമത്തിൽ സത്യം ചെയ്യുക. ഈ ശങ്കരാചാര്യ ക്ഷേത്രമാണ്. കുടജാദ്രിയിലെ ഏറ്റവും പീക്കായിട്ടുള്ള റോക്കിൻ്റെ മുകളിലാണ് ഈ ക്ഷേത്രം ഇരിക്കുന്നത്. ഇതിന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. ഇവിടെ വന്ന് ആൾക്കാർ പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ മെഡിറ്റേഷന് വേണ്ടി വന്നിരിക്കുകയും. നല്ല സുഖകരമായ കാലാവസ്ഥയാണ്. നല്ല തണുപ്പുണ്ട്. ഇപ്പം ഉച്ചയായിട്ട് പോലും വലിയ ചൂടൊന്നും അനുഭവപ്പെടുന്നില്ല. നല്ല ശാന്തമായ അന്തരീക്ഷമാണ്. ചുറ്റിനും മലയും കാടുകളും അതുപോലെ തന്നെ കൃഷി സ്ഥലങ്ങളുമാണ്. അടിപൊളിയാണ്. ലൈഫിൽ ഒരിക്കലെങ്കിലും ഇവിടെ വരികയും ഇവിടെയൊക്കെ ഒന്ന് കാണുകയൊക്കെ ചെയ്യണം. നമ്മൾ കയറി വന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇവിടെ നിന്ന് താഴോട്ട് നോക്കിയാൽ കാണുന്ന സ്ഥലങ്ങളാണ്. ആൾക്കാർ ദൂരെ നിന്ന് കയറി വരുന്നു. കയറുന്നതിനേക്കാളും സൂക്ഷിക്കണം ഇറങ്ങുമ്പോൾ, അല്ല കാലൊളുക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഇറങ്ങിപ്പോകാൻ. ഇത് മലയുടെ മുകളിൽ കൂടി ഇങ്ങനെ നമുക്ക് ഈ നടപ്പാതാണ്. അതുവഴി എങ്ങനെ പോയി അടുത്ത മലയിലോട്ട് കയറാം. അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ പാതയുണ്ട്. അതുവഴി നടന്ന് ഇങ്ങനെ പോയി അവിടെ നമുക്കൊരു ഡാമുണ്ട്. ആ ഡാമിൽ ചെന്ന് കണ്ടോ, ഈ ഡാമിൻ്റെ അവിടെ പോയി. ഈ ഡാം ഇങ്ങനെ ഡാമിൻ്റെ അവിടെ വരും. മഴക്കാലത്ത് ഇതുവഴിയൊന്നും കടത്തി വിടത്തില്ല. ഇവിടെ ഭയങ്കര കുത്തൊലിപ്പുള്ളതാണ്. അതുകൊണ്ട് ഭയങ്കര ഡേഞ്ചറസാണ് ഇതുവഴി വരുന്നത്. ഇടിയൊക്കെ വെട്ടിയാൽ അന്നേരം ഇങ്ങനെ വെക്ക് കിട്ടും. ഇരുമ്പയിലുള്ള പാറ എപ്പോഴും ഇങ്ങനെ ലെയറായിട്ടായിരിക്കും. വേണ്ട എല്ലാം ഇരുമ്പയിലുള്ള പാറകളാണ്. എത്ര അടിപൊളി സ്ഥലമൊന്നുമില്ലേ. നല്ല കാറ്റ്. ആൾക്കാരിങ്ങനെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന വേണ്ട. ഇവിടുന്ന്
ഒക്കെ ആളിറങ്ങി വരുന്നുണ്ട്. കുടജാദ്രി എന്ന പവിത്രമായ സ്ഥലം കണ്ട് പ്രകൃതി ഭംഗിയൊക്കെ ആവോളം ആസ്വദിച്ച് ഞങ്ങൾ തിരികെ ഇറങ്ങുകയായി. അപ്പം ശരി, അടുത്ത വീഡിയോയിൽ കാണാം.